ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്ത് നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വഴിതിരിച്ചു വിടുന്നത് എന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമായിരിക്കും, നമ്മൾ ഒക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്തരിക ശക്തി നമ്മളുടെ ഉള്ളിലുണ്ട്. പലപ്പോഴും നമുക്കിത് അറിയാത്തത് കൊണ്ടാണ് പല സങ്കടങ്ങളിലും നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും സങ്കടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻസ് എപ്പോഴാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ ടൈമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ചിന്തകളെയും ഒക്കെ നമ്മൾ നല്ല രീതിയിലേക്ക് തിരിച്ചു വിടാം എന്നിട്ടുണ്ടെങ്കിൽ ഒരു കോച്ചിന്റെയും സഹായം ഇല്ലാതെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറയുന്ന 2 ടൈം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രധാനമായിട്ടും ഈ പെയ്ഡ് ക്ലാസ്സുകളിലൊക്കെ ഈ അവര് സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നത് തിയറിറ്റിക്കലി പറയുമെങ്കിലും പ്രാക്ടിക്കലി ചെയ്യിപ്പിക്കുന്നത് പല തെറ്റുകളും ആണ്. അപ്പൊ അത് ഞാൻ നിങ്ങളോടൊന്ന് പറയുകയാണ്. ഇനി പോയി ചേരാൻ പോകുന്നവർക്കും ഉള്ള ഒരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇത് ഇടുന്നത്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും ശരിക്കും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് മാത്രമായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ പല ആൾക്കാരും ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യത്തില്ല കുറച്ച് നാളുകൾക്ക് ശേഷം. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഒരേ വീട്ടിൽ ജനിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് പോലും ഡിഫറെന്റ് ടൈപ്പ് ആയിരിക്കും. അതായത് ഒരേ അച്ഛനമ്മമാരുടെ മക്കൾക്കാണെങ്കിൽ പോലും അവരുടെ ഭാവി ഒരേപോലെയാണോ വരുന്നത്? അല്ല. ഇരട്ടകൾക്കാണെങ്കിലും അവരുടെ സ്വഭാവങ്ങൾ ഒരുപോലെയാണോ വരുന്നത്? അവരുടെ ഭാവി ഒരുപോലെയാണോ വരുന്നത്? അല്ല. അപ്പൊ ജനിച്ച സമയവും അതിനേക്കാൾ ഓവറായിട്ട് പല കാര്യങ്ങളും ഉണ്ട്. കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് സഞ്ചിത ആർജിത ജനിതകപരമായിട്ടുള്ള കർമ്മങ്ങൾ വെച്ചിട്ടാണ്. ഈ സഞ്ചിത മീൻസ് നമ്മൾ ഓൾറെഡി പാസ്റ്റ് ലൈഫിൽ വിശ്വസിക്കുന്നവരൊക്കെ ആണ് എങ്കിൽ അത് വിശ്വസിക്കാം, അല്ല എങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. എന്നാൽ പോലും നമ്മൾ എന്തൊക്കെ നല്ല രീതികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് തിരിച്ചടികൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി ഈ പാസ്റ്റിനകത്തുനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മളുടെ സമയദോഷം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു ടൈമിൽ ഇതൊക്കെ ഇന്ന് തിരിച്ച് നമുക്ക് തന്നെ വരാറുണ്ട്. അപ്പൊ അത് നമുക്ക് സഞ്ചിതമായിട്ട് വേണമെങ്കിൽ പറയാം. ഇനി ഈ ജനിതകം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ അച്ഛന് അങ്ങനെ ഒരു 7 തലമുറ വരെയുള്ള ജനിതകമായിട്ട്, അതായത് നമ്മളുടെ ബ്ലഡ് റിലേഷൻസ് വഴിയിട്ട് നമ്മളുടെ ശരീരത്തിലേക്ക് ആ ജനിതക എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് ആ ഒരു കർമ്മങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 7 തലമുറ വരെ ഗതി പിടിക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ അത് ഇതുമായിട്ട് ചെറിയൊരു ബന്ധമുള്ള സംഭവം ആണ്. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ ലൈഫിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് അതിന്റെ കർമ്മഫലമായിട്ട് വരും, അല്ലെങ്കിൽ കർമ്മദോഷമായിട്ട് വരും. അല്ല എങ്കിൽ എന്ത് വരും, നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സുഹൃതമായിട്ടൊക്കെ വരും. അപ്പൊ ഈ പറയുന്ന 3 കാര്യങ്ങളുമാണ് ഒരു വ്യക്തിയുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നതിനകത്ത് ബ്ലോക്സ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എനർജി ലെവൽ ഉയർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സഞ്ചിത ജനിതക കർമ്മങ്ങൾ ഒക്കെ ഓട്ടോമാറ്റിക്കലി അലിയിച്ച് കളയാൻ പറ്റും. അതിനൊരു മെത്തേഡാണ് ഹോപ്പണോപ്പണോ എന്ന് പറഞ്ഞിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പല രീതിയിലുള്ള അവരവരുടെ മനസ്സിന് ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പ്രേയേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നതും മന്ത്രം ചെയ്യുന്നതും ജപം ചെല്ലുന്നതും അവരവർക്ക് ഏതാണോ മനസ്സിന് ആശ്വാസം കിട്ടുന്നത് അതിനനുസരിച്ചൊക്കെ ചെയ്യുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി ഈ ദുരിതങ്ങളൊക്കെ കുറച്ചൊക്കെ ആയിട്ട് മാറാൻ പോകും. പിന്നെ ഈ ആൾക്കാരൊക്കെ ഓരോ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ സന്ദർശിക്കുന്ന ടൈമിൽ കുറെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കില്ല നമ്മളൊരു ക്ഷേത്രത്തിലൊക്കെ പോകും, ചിലപ്പോൾ മലയുടെ മണ്ടയിൽ പോകുന്നത്. അപ്പൊ ആ ടൈമിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ശരീരം കൊണ്ട് കുറേയധികം കർമ്മങ്ങളൊക്കെ അനുഭവിച്ചു തരുമ്പോൾ നമ്മളെ കുറച്ച് കർമ്മദോഷങ്ങളൊക്കെ അതിനകത്തൂടെ അങ്ങ് മെൽട്ടായി പോകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നല്ല രീതിയിൽ ഒന്നെങ്കിൽ കുറച്ച് ടൈം നമ്മൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള എനർജി ലെവൽ അപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമായിരിക്കും നമ്മൾക്ക് ഉള്ളിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന സഞ്ചിത ജനിതക ആർജിത കർമ്മങ്ങളുടെ കുറച്ച് എഫക്റ്റുകളൊക്കെ മാറ്റാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ദിസ് ഇസ് കറക്റ്റ്. അതായത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ലൈഫ് നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങോട്ട് പോന്നോണ്ടിരിക്കുമായിരിക്കും. ആ ടൈമിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്റ്റക്ക് ഇങ്ങനെ വരത്തില്ലേ, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. അപ്പൊ അതൊക്കെ ഇത് കാറ്റഗറിയിൽ ഉൾപ്പെടാം, ഈ കർമ്മത്തിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടും. ചില ആൾക്കാർ ജ്യോതിഷപരമായിട്ടൊക്കെ പറയുന്ന ടൈമിൽ അവർ പറയും മേ ബി അത് ആ ഒരു ശനി വരുന്നത് കൊണ്ടാണ്, രാഹു വരുന്നത് കൊണ്ടാണ്, അങ്ങനെയുള്ള പല കാറ്റഗറീസ്. ഇപ്പൊ എന്തുമായിക്കോട്ടെ ഈ സംഭവങ്ങളെല്ലാം ഒരു സംഭവത്തിലേക്കാണ് ചെന്നെത്തുന്നത്. അവരവരുടെ വിശ്വാസം അനുസരിച്ച് അവരവർ ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക.
അപ്പൊ നമ്മളിപ്പോ എനിക്കിപ്പോ പ്രശ്നം വന്നേ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രശ്നത്തിനെ റെക്കഗ്നൈസ് ചെയ്യുക. മീൻസ് എനിക്ക് പ്രശ്നം വന്നു, നമ്മൾ അതിനെ അംഗീകരിക്കുക. അതിന് പ്രശ്നം ഇല്ല എന്ന് പറയുന്നതല്ല, പ്രശ്നത്തിനെ നമ്മൾ അംഗീകരിച്ചു. ഇനി അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക, എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ പെട്ടെന്നൊന്നും നമുക്ക് കണക്ട് ആവത്തില്ല, മനസ്സിലായി. അപ്പൊ നമ്മുടെ എനർജി ഹൈ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനും അതിനുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. സാധാരണ ജനത്തെ സംബന്ധിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറഞ്ഞെനിക്കൊന്ന് പെട്ടെന്നുള്ള രീതിയിൽ ആക്ഷൻസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം എന്റെ ഈ വീഡിയോ കാണുന്നവരാണ് എങ്കിൽ പോലും ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്, എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ എനർജി ലെവൽ ഹൈ ആക്കി വെക്കുക. അതിന് പല മെത്തേഡ്സ് ഉണ്ട്, അവരവരുടെ സിസ്റ്റം അനുസരിച്ച് ഫോളോ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമ്മളുടെ ഉപബോധ മനസ്സനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നതനുസരിച്ച് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ടില്ലാത്തവർ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു അവയർനെസ് ഉണ്ടാവും. ഇപ്പൊ ഇതിനെ ഏത് പ്രശ്നവും നമുക്ക് സോൾവ് ആവണമെങ്കിൽ എന്ത് വേണം, നമ്മൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു അവബോധം വേണം, ഒരു അവയർനെസ്. എന്താണ് എന്റെ പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അത് നമ്മൾ കുറച്ച് നമ്മളുടെ അധീനതയിൽ വരും. മനസ്സിലായി. അപ്പൊ നമുക്കിത് അറിയാത്തത് കൊണ്ടായിരിക്കും നമുക്ക് വലിയൊരു ഇമോഷൻസ് ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ പറയുന്ന സംഭവത്തിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ ഒബ്സർവ് ചെയ്യുക. ഇനി അതിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ പുറത്തു കടക്കാം എന്ന ഒരു ചിന്ത നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ നോക്കുക. അല്ലാതെ വിഷമിച്ച് ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ ആക്ഷൻസ് ഒക്കെ എടുക്കാൻ ചിലരെ സംബന്ധിച്ചിട്ട് പറ്റത്തില്ലായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഈ പലരും ഈ ലോ ഓഫ് അട്രാക്ഷനെയൊക്കെ തള്ളി പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രപഞ്ചിക നിയമത്തിൽ ഒരു ലോ തന്നെയാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം. പക്ഷെ എല്ലാവർക്കും വർക്ക് ആവാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്, കുറെ ടെക്നിക്സ് എഴുതിക്കൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രോഗ്രാം കിടപ്പുണ്ട്. അതായത് നമ്മളുടെ ഈ അലൈൻമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, കുറെ അധികം ഫോർഗീവ്നെസ്സോ കുറെ ഗ്രാറ്റിറ്റ്യൂഡ് പറയത്തില്ലോ, ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ സെറ്റ് ആവുന്നു. അല്ലെങ്കിൽ ആര് പറയുന്ന ടൈമിൽ നമ്മളുടെ വികാരങ്ങളെ അടിച്ചമർത്തുന്നതല്ല ഒരിക്കലും അലൈൻമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ മൈൻഡ്, നമ്മളുടെ ബോഡി, നമ്മളുടെ ബ്രെയിന്, നമ്മളുടെ സോൾ, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരേ രീതിയിൽ അലൈൻ ചെയ്ത് വരുന്നു. മീൻസ് അത് ഒരേ പാത്തിൽ കൂടെ പോകുന്നു. അതായത് നമ്മളുടെ ചിന്തയും നമ്മളുടെ വാക്കും നമ്മളുടെ പ്രവൃത്തിയും നമ്മുടെ ലക്ഷ്യവും എല്ലാം ഒന്നാകുന്ന ഒരേ അവസ്ഥയാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ അലൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് സെറ്റ് ആവണം, വെറുതെ ഇരുന്ന് കുറെ അധികം ടെക്നിക്സ് എഴുതിക്കൊണ്ട് പറ്റുമോ, ഇല്ല. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ബോഡി മൂവ് ചെയ്യിക്കണം. അപ്പൊ ഓൾറെഡി നമ്മൾ ലാസ്റ്റിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നെഗറ്റിവിറ്റി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതിൽ നിങ്ങൾ ഓരോ ദിവസവും ചെറിയ ചെറിയ രീതിയിൽ നിങ്ങൾ ഹാബിറ്റ് ട്രാക്കറും എല്ലാം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ മാറ്റാൻ തീവ്രമായിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യണം. കാര്യം നമ്മൾ ഈ കുറെ വർഷം കൊണ്ട് ജീവിച്ചിരിക്കുന്ന ആ ഒരു ചുറ്റുപാടിൽ നിന്ന് നമ്മളെ തന്നെ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഓരോ ദിവസവും കൊച്ചു കൊച്ചു സ്റ്റെപ്സ് എടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാബിറ്റ് ട്രാക്കർ നിങ്ങളെ കൊണ്ട് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ ബോഡി മൂവ് ചെയ്യിക്കണം. അതിനുവേണ്ടി നമ്മൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണം. മൈൻഡിന് വേണ്ടിയിട്ടുള്ള ഒന്നെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ മന്ത്രം ചെയ്യുക, ജപം ചെയ്യുക. നിങ്ങൾ എന്ത് ഫോളോ ചെയ്യുന്നത് അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇനി അതുപോലെ തന്നെ നമ്മളുടെ ബ്രെയിനകത്ത് ഈ ഓരോ ചിന്തകൾ വരുന്ന ടൈമിൽ സൈക്കോളജിക്കൽ പരമായിട്ട് നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇനി വരും. അതായത് നമ്മളുടെ 1 മുതൽ 10 വരെ വയസ്സിനകത്ത് നമ്മൾ ഉപബോധ മനസ്സെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തും നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ അതിങ്ങനെ കോപ്പി ചെയ്യാൻ ഇരിക്കുന്ന ഒരു ടൈമാണ് ആ ഒരു ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവത്തിൽ ടൈമിൽ ഇപ്പൊ നിങ്ങൾക്ക് കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം അവരോട് പെരുമാറാൻ വേണ്ടിയിട്ട്. പെരുമാറുക മീൻസ് നമ്മൾ പറയുന്ന വാക്കുകളെക്കാളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളുടെ മക്കൾ കോപ്പി ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയ പിള്ളേർ തന്നെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് നിങ്ങളോട് മക്കൾ ചോദിക്കത്തില്ലേ? കാരണം അവർ നമ്മളെ ഒബ്സർവ് ആണ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ ഏത് ഫാക്റ്റാണ് യൂസ് ചെയ്യുന്നത്, കൂടുതൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ആ പിള്ളേർക്ക് കൂടുതൽ പെട്ടെന്ന് കത്തുന്നത്. മനസ്സിലായോ? അപ്പൊ ഉപബോധ മനസ്സ് കൂടുതലും എങ്ങനെയാണ്, ചിത്രങ്ങളായിട്ടും അതുപോലെ തന്നെ ഇമോഷൻസ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അതിനകത്ത് മനസ്സിലാവുന്നത്. ഈ ഉപബോധ മനസ്സെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന സഞ്ചിത ആർജിത ജനിതക കർമ്മങ്ങളൊക്കെ എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഉപബോധ മനസ്സിന് അറിയാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നല്ല രീതിയിൽ അതിനെ ട്രെയിൻ ചെയ്ത് എടുക്കുവാണ് എങ്കിൽ നമ്മളുടെ ഫ്യൂച്ചറിൽ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഡ്യൂഷൻസ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്തെടുക്കാം. പക്ഷെ അതിനൊക്കെ കുറേയധികം ക്ഷമയും ഇതെല്ലാം പരിശ്രമവും എല്ലാം ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇതിനൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ആദ്യത്തെ
നമ്മൾ എഴുന്നേറ്റ് ഇപ്പം നമ്മൾ 6 മണിക്ക് എണ്ണിക്കുന്നവരെ സംബന്ധിച്ച് 6 മണിക്ക്, അല്ലെങ്കിൽ 7 മണിക്ക് എണ്ണിക്കുന്നവരെ സംബന്ധിച്ച് 7 മണിക്ക്, 5 മണിക്ക് എണ്ണിക്കുന്നവരെ സംബന്ധിച്ച് 5 മണിക്ക്. ആ ഒരു 15 മിനിറ്റ് നിങ്ങൾ വേറെ ആർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത്. ചാടി എണ്ണിച്ച് ഒന്നും പോകരുത്. നിങ്ങൾക്ക് എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യം നിങ്ങൾ 15 മിനിറ്റിലെ ആദ്യത്തെ നമ്മൾ ശരിക്കും ഒരു ആൽഫ സ്റ്റേറ്റ് എന്നൊക്കെ മേ ബി അതിനകത്ത് പറയും. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതായത് നമ്മളുടെ മനസ്സ് ഉറങ്ങുവാണോ അല്ല, ഉണർന്നിരിക്കുവാണോ അല്ല, അതിന്റെ ഒരു ട്രാൻസ് സ്റ്റേറ്റിൽ ആയിരിക്കും. നമ്മൾ രാവിലെ എണ്ണിച്ച ഒരു 10-15 മിനിറ്റ് ആ ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സൂപ്പർ ടൈമാണ്. ആ ടൈമിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. അല്ലാതെ ദേഷ്യമുള്ള ആൾക്കാരുടെ മുഖങ്ങളൊന്നും നിങ്ങൾ ആ ഒരു ടൈമിൽ ഒരിക്കലും കൊണ്ടുവന്ന് വെക്കരുത്. മനസ്സിലായോ? പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ള, നിങ്ങൾക്ക് ഏതൊക്കെ പേഴ്സൺസിനെയാണ് മീറ്റ് ചെയ്യാൻ പറ്റുള്ള, നിങ്ങളുടെ ഗോൾസ് ലക്ഷ്യം പിന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ വ്യക്തമായിട്ട് വിഷ്വലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കണം ആ ഒരു ടൈമിൽ. മനസ്സിലായി? അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. പെട്ടെന്നൊന്നും അതൊന്നും പറ്റത്തില്ല. ആ ഒരു ടൈമിൽ നമുക്ക് ചിലപ്പോൾ കണ്ണൊന്നും തുറക്കാൻ പറ്റത്തില്ല. അപ്പൊ മേ ബി ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല നല്ല ഓട്ടോ സജഷൻസ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി വിടാവുന്നതാണ്. മേ ബി നിങ്ങളുടെ തന്നെ സൗണ്ടിൽ റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിട്ട്. അതർവൈസ് നിങ്ങൾക്ക് ഇനി കണ്ണൊക്കെ തുറക്കാൻ പറ്റുന്നത്, എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് ഒരു 15 മിനിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഉറങ്ങുന്ന ഒരു ടൈം. മീൻസ് പകുതി അടഞ്ഞ് പകുതി തുറന്നു എന്നുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ആണെന്ന് ചാടി എണ്ണിച്ച് നിങ്ങൾ ചാടി പോകരുത്. ഇനി നിങ്ങൾ എല്ലാം രാവിലെ എണ്ണിച്ച് കിച്ചണിലോട്ടാണ് പോകുന്നത്, ഓടിപ്പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരുണ്ട്. നിങ്ങൾ അവിടെ ഇപ്പം നിങ്ങൾ 7 മണിക്കാണ് നിങ്ങളുടെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ നാളെ മുതൽ 6:45 എണ്ണിച്ചിട്ട് നിങ്ങൾ ഈ 15 മിനിറ്റുള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ രാത്രി നമ്മൾ ഉറങ്ങുന്ന ടൈം ഉണ്ടല്ലോ, വിഷാദപ്പെട്ട സീരിയലുകളും അതുപോലെ തന്നെ കുറച്ച് ഹീലിംഗ് പരിപാടികളും ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. കുറേ അധികം കരഞ്ഞ് ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. കാരണം ഈ ലാസ്റ്റ് സമയത്ത് എന്താണോ നമ്മുടെ മൈൻഡിലേക്ക്, അതായത് നമ്മൾ ആ ടൈമിൽ ഉറങ്ങിയില്ല എന്നിരിക്കുന്ന ഒരു ആൽഫ സ്റ്റേറ്റിലേക്കായിരിക്കും നമ്മളുടെ മനസ്സ് കൊണ്ടുപോകുന്നത്, അല്ലേ? അപ്പൊ ആ ടൈമിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ലാസ്റ്റ് ഫീഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഫസ്റ്റും ആൻഡ് നമ്മൾക്ക് പിന്നെ ലാസ്റ്റും ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ടും നമ്മൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് സന്തോഷമുള്ള നിമിഷങ്ങളെ നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപബോധ മനസ്സിനെ നമുക്ക് കളിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യാവുന്നതാണ്, നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ റിയാലിറ്റിയിൽ കൊണ്ടുവരാവുന്നതാണ്. അപ്പൊ അത് ആരൊക്കെ എതിർത്തു എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ലൈഫിൽ ഒരു കോച്ചിങ്ങിനും പോവാതെ തന്നെ കറക്റ്റ് ആയിട്ട് ആക്കിയിട്ടുള്ള കാര്യം ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ടും വിശ്വസിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ നല്ല നല്ല ബുക്കുകൾ വായിക്കണം. ആ ബുക്കുകൾ വായിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ബ്രെയിനിൽ പുതിയ പുതിയ പിന്നെ ന്യൂറൽ പാത്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും. ചിന്തിക്കുമ്പോൾ നല്ല രീതിയിലേക്ക് എപ്പോഴും നമ്മൾ ബെസ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധിക്കും. 100% ഷുവർ ആണ്. അപ്പൊ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും ഭേദമാണല്ലോ നമ്മൾക്കൊരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ ജീവിക്കുക. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആർക്കും പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. സോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീപ്രോഗ്രാം ചെയ്യേണ്ട രീതിയിലും നമ്മളുടെ ഈ 1 മുതൽ അല്ലെങ്കിൽ 0 മുതൽ 10 വയസ്സ് വരെയുള്ള ഏജിനകത്ത് നമ്മൾ അനുഭവിച്ചിരിക്കുന്ന, ചിലപ്പം ചില കുട്ടികളെയൊക്കെ സംബന്ധിച്ചിട്ട് ചില കുട്ടികൾ താല്പര്യമില്ലാതായിരിക്കുമല്ലോ ജനിച്ചത്, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടത്തിന്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ കുട്ടികൾ ജനിച്ചത്. അപ്പൊ ഈ അമ്മയുടെ വികാരം ആർക്ക് കിട്ടും? ആ ഉള്ളിലുള്ള കുഞ്ഞിന് കിട്ടും, അല്ലെ? അപ്പൊ ഇമോഷൻസ് ആയിട്ട്. അപ്പൊ അതെന്ത് ചെയ്യും? ആ കുട്ടി വളരും തോറും ഞാൻ വേണ്ടാത്ത ഒരു ചൈൽഡാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കും. അല്ലെ പിന്നെ ചില ഈ ഇളയ മക്കളെയൊക്കെ കണ്ടിട്ടില്ലേ, ആ ഇളയ മക്കളോട് വീട്ടുകാർക്ക് ഇച്ചിരൂടെ സ്നേഹമായിരിക്കും. അപ്പൊ പിന്നെ നീ ഒരിക്കലും വളരണ്ട, മീൻസ് നീ എപ്പോഴും കൊച്ചുകുട്ടിയായിട്ട് കാണാനായിരിക്കും താല്പര്യം. ആ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് വരുമ്പോ ആ കൊച്ചിന്, ചില പിള്ളേരെ കണ്ടില്ലേ പ്രായമായെന്ന് മാത്രമേ കാണത്തുള്ളൂ, പക്വത കാണത്തില്ല. ഇനി ചില ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും വർക്കഹോളിക് ആയിരിക്കും. മീൻസ് അതായത് ഈ മൂത്ത കുട്ടികൾക്കായിരിക്കും. ആ മൂത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് വളർന്ന് കുടുംബത്തിന്റെ ഭാരമൊക്കെ ഏറ്റെടുക്കാൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ മാതാപിതാക്കളും പറയുന്ന ഡയലോഗ്സും ഇതെല്ലാം കോപ്പി ചെയ്ത് ഞാൻ വളർന്നിട്ട് വേണം ഇനിയിപ്പോ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ ചിന്തകളൊക്കെ മാറുന്ന ടൈമിൽ അവർക്ക് എത്ര ചെയ്തു കഴിഞ്ഞാലും ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനോടായിരിക്കും ഭയങ്കര താല്പര്യം വരുന്നത്. അപ്പൊ ഈ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ
12 രീതിയിൽ സൈക്കോളജിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ 12 രീതിയിലുള്ള സജഷൻസ് ആയിരിക്കും ഓരോ ചൈൽഡിനും കിട്ടുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആർക്കാണോ കിട്ടിയിട്ടുള്ളത് ആ രീതിയിലായിരിക്കും നമ്മുടെ ലൈഫ് മാറുന്നത്. പക്ഷെ ഇതിനെ നമ്മൾ മനഃപൂർവ്വം എന്തുകൊണ്ടാണ് എന്റെ പേഴ്സണാലിറ്റി ഇങ്ങനെ ആയത്, എന്തുകൊണ്ടാണ് എനിക്ക് ലൈഫിൽ മാറ്റം ഉണ്ടാവാത്തത് എന്ന് സൈക്കോളജിക്കലി നമ്മൾ ചിന്തിച്ച് അവിടെ മാറ്റം വരുത്തുമ്പോഴാണ് നമുക്ക് ന്യൂറൽ പാസ് അതിനനുസരിച്ച് മാറ്റാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. വെറുതെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഒന്നും റിസൾട്ട് വരത്തില്ല. കറക്റ്റ് ആയിട്ട് നമ്മളുടെ എനർജി ലെവൽ ഹൈ ആയിരിക്കണം, നമ്മളുടെ ബ്രെയിൻ ബാത്തും കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മൾക്ക് അതിനേക്കാൾ സ്പീഡിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ആകർഷിച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പം എല്ലാവർക്കും കുറച്ചെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അവയർനെസ് വീഡിയോയുമായിട്ട് വരാവുന്നതാണ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.